അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സ്ട്രെസ് ടെൻസറിനെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള സ്ട്രെസ് ടെൻസർ ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആർ തീറ്റ സെഡ് ഡയറക്ഷൻസ് ആണ് ഉണ്ട്, നൊട്ടേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിലാണെങ്കിൽ എക്സ് വൈ സെഡ്. അപ്പോൾ ഒരു പോയിൻ്റ് ത്രീ ഡയമെൻഷണൽ സ്പേസിലുണ്ടെങ്കിൽ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷനിലുള്ള 3 കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ, ആ ഫോർമാറ്റിലായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം വരുമ്പോൾ അതിനകത്ത് എന്താണ്? ആർ തീറ്റ ആ ഒരു ഫോർമാറ്റിലാണ്. അതായത് ഇപ്പം ഫിഗറിൽ കാണുന്ന പോലെ ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു പോയിൻ്റ് പി ഉണ്ടെങ്കിൽ, അപ്പോൾ അതിനകത്ത് ആ പോയിൻ്റ് പിയിൽ ഒറിജിനിൽ നിന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ആർ. ഇനി എത്ര ആംഗിൾ, എക്സ് ആക്സിസിൽ നിന്ന് എത്ര ആംഗിൾ, അതാണ് ആ തീറ്റ റെപ്രസെൻ്റ് ചെയ്ത്. ഇനിയിപ്പം സെഡ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ സെഡിലേക്ക് എത്ര ഡിസ്റ്റൻസ്, സെഡ്. ഇങ്ങനെയുള്ള കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരു പോയിൻറ്റിനെ റെഫർ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് തന്നെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം വഴി അപ്പോൾ അതും കാർട്ടീഷ്യനുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, അതുപോലെ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, രണ്ട് റിലേഷനുണ്ട്. ഇനി ഇവിടെ നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഐ ജെ കെ എന്ന് പറഞ്ഞിട്ട് 3 യൂണിറ്റ് വെക്ടേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. വേർ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്ടർ അലോങ് ദ എക്സ് ഡയറക്ഷൻ. ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്ടർ അലോങ് ദ വൈ ഡയറക്ഷൻ. കെ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ അലോങ് സെഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു. ഇവിടെ പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് 3 എണ്ണമാണ്. ഒന്ന് ഇ ആർ, പിന്നെ ഇ തീറ്റ, ഇ സെഡ്. ഇ സെഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സെഡ് ഡയറക്ഷനിലുള്ളത്. അത് കെ ആണ്, യൂഷ്വലി റെപ്രസെൻറ്റ് ബൈ കെ, കെ വെക്ടർ തന്നെയാണ്. ഇ ആർ ഇ തീറ്റ എന്ന് പറഞ്ഞാൽ തന്നെ, ഇ ആർ എന്ന് പറഞ്ഞാൽ റേഡിയൽ വെക്ടർ, അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ അലോങ് ദ റേഡിയൽ ഡയറക്ഷൻ. അതായത് ഈ ആറിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു, ഒരു പോയിൻ്റ് പി ഉണ്ടെങ്കിൽ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡയറക്ഷൻ, അതാണ് ഇ ആർ, അവിടുത്തെ യൂണിറ്റ് വെക്ടർ. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ. ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുകയാണ് ഇതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ. ഇനി ഇ തീറ്റ, ഇ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഉള്ള യൂണിറ്റ് വെക്ടർ. അതായത് ഈ റേഡിയൽ ഡയറക്ഷൻ തന്നെ പെർപെൻഡിക്കുലറായിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ടാൻജൻഷ്യലായിട്ടായിരിക്കും. ആ സെക്കൻഡ് ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ആംഗിൾ എടുക്കുന്നത് എങ്ങനെയാണ്? എക്സിൽ നിന്ന് വൈയിലേക്കാണ് അല്ലേ. അപ്പോൾ ആ പോയിൻ്റ് പി, ഈ ഫിഗറിൻ്റെ ആ ഒരു സ്പോട്ടിൽ എന്താണ് അതിൻ്റെ ഡയറക്ഷൻ, ആ പോയിൻ്റ് പി മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇ തീറ്റ എന്ന് പറഞ്ഞ ഡയറക്ഷനാണ്. അപ്പോൾ ആ ആംഗിൾ സ്വെപ്റ്റ് ചെയ്ത ആ ഒരു ഡയറക്ഷൻ, അതിനാണ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഇ തീറ്റ. അപ്പോൾ ഇ തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ റെപ്രസെൻറ്റഡ് ബൈ മൈനസ് സൈൻ തീറ്റ ഐ പ്ലസ് കോസ് തീറ്റ ജെ. അപ്പം ഇതെല്ലാം കൂടെ ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഒരു സ്ട്രെസ് ടെൻസർ നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോളാർ കോർഡിനേറ്റ്സിൽ എങ്ങനെയായിരിക്കും വരിക, അല്ലെങ്കിൽ ഇനിയിപ്പം റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിൽ സ്ട്രെസ് ടെൻസർ തരുവാണെങ്കിൽ അതിനെ എങ്ങനെ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. കാരണം വേറൊന്നുമല്ല, അപ്പോൾ ചില പ്രോബ്ലത്തിലൊക്കെ പോളാർ കോർഡിനേറ്റ്സ് വഴിയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരിക, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിലാണെങ്കിൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ടാവും, ഇനി അതേപോലെ തിരിച്ച് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇത് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഒരു മെട്രിക്സ് നമ്മൾ ഉപയോഗിക്കും. അതിന് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഇതാണ് നമുക്ക് പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിൽ റിലേറ്റ് ചെയ്ത് പറയുന്നത്. അത് മെട്രിക്സ് ഫോർമാറ്റിലാണ്. അപ്പോൾ മെട്രിക്സ് ആകുമ്പോൾ നമുക്ക് പഠിക്കാനും കാണാനും എളുപ്പമുണ്ടാവും, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇ ആർ ഇ തീറ്റ ഇ സെഡ് യൂണിറ്റ് വെക്ടേഴ്സ് എലോങ് എന്താണ് റേഡിയൽ ഡയറക്ഷൻ, അതേപോലെ എന്താണ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ, അതേപോലെ സെഡ് ഡയറക്ഷൻ. ഈ 3 എണ്ണം ഈക്വൽ ടു ഒരു മെട്രിക്സ്, ഒരു പർട്ടിക്കുലർ മെട്രിക്സ് ഇൻറ്റു ഐ ജെ കെ. ഈ ഐ ജെ കെ വരുന്നത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിലുള്ളതാണ് അല്ലേ.
അപ്പം എങ്ങനെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിൽ നിന്ന് പോളാർ കോർഡിനേറ്റ്സ് കിട്ടും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന മെട്രിക്സ് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് മെട്രിക്സ് അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റഡ് ബൈ ക്യൂ. അതിനെ നമ്മൾ പറയും ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയും. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയാൻ കാരണം എന്താണ്? ആ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താണ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് എന്തായി? പോളാർ കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് മാറി. ഇനി നമുക്ക് നോക്കാം, ഒരു 3 ഡയമെൻഷണൽ അപ്രോച്ച് നോക്കാം. ഒരു എലമെൻറ്റ്, ഈ കാണുന്ന പോലെ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പം ആ എലമെൻറ്റിൽ ഇപ്പം 3 പ്ലെയിൻ ചൂസ് ചെയ്തേക്കാണ്. അപ്പോൾ ഓരോ പ്ലെയിനിൽ എന്തൊക്കെയാണ് കമ്പോണൻസ്? നേരത്തെ നമ്മൾ ഒരു 9 കമ്പോണൻസ് പഠിച്ചായിരുന്നു, എക്സ് പ്ലെയിനിലും വൈ പ്ലെയിനിലും സെഡ് പ്ലെയിനിലും. അതേപോലെ തന്നെ പോളാർ കോർഡിനേറ്റിൻ്റെ കൺസെപ്റ്റിൽ വരുമ്പം 9 കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഫിഗർ. കൺസിഡർ ചെയ്യുന്ന എലമെൻറ്റ് ഇങ്ങനെയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ആക്സിസ് നോക്കുകയാണെങ്കിൽ റേഡിയൽ ഡയറക്ഷനിലുള്ള, ഇപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഇതാണ് റേഡിയൽ ഡയറക്ഷൻ. ഇനി തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡയറക്ഷനാണ് തീറ്റ ഡയറക്ഷൻ, അതായത് ഈ തീറ്റ ഇത് റേഡിയൽ ഡയറക്ഷനിൽ വരുന്നതാണ് ഈ ആർ. ഇനി സെഡ് ഡയറക്ഷൻ, ഇതാണ് സെഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഈ സെഡ് എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കിനി ഓരോ പോയിൻ്റ് നമ്മൾ നോക്കാം. ഇപ്പം മുകളിലുള്ള പ്ലെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, മുകളിലുള്ള ഈ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ്, ആ പോയിൻ്റിൽ സ്ട്രെസ്സിൻ്റെ കമ്പോണൻസ് എലോങ് ഓരോ ഡയറക്ഷൻ. ഒന്ന് റേഡിയൽ ഡയറക്ഷനിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇനി തീറ്റ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടാൻജൻഷ്യലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ ഡയറക്ഷൻ. അപ്പോൾ റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു അല്ലേ? റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തിന് പെർപെൻഡിക്കുലറാണ്? സെഡിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഫസ്റ്റ് റേഡിയൽ ഡയറക്ഷനിൽ ഉണ്ട്. സെഡ് പ്ലെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് വൈ നൊട്ടേഷനിൽ ചെയ്ത പോലെ തന്നെ സെഡ് പ്ലെയിനാണ്. സെഡ് പ്ലെയിനിൽ എന്താണ് റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ടോ ടോ സെഡ് ആർ, അതായത് സെഡ് പ്ലെയിനിൽ ആർ ഡയറക്ഷനിൽ. ഇനി ഈ കാണുന്നത് എന്താണ്? സെഡ് പ്ലെയിനിൽ തീറ്റ ഡയറക്ഷനിലുള്ളത്, അതിനെയാണ് നമ്മൾ ടോ സെഡ് തീറ്റ. ഇനി ഈ സെഡ് പ്ലെയിനിൽ തന്നെ സെഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ്. സെഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതിന് നമ്മൾ നോർമൽ സ്ട്രെസ്, അതായത് ഡിനോട്ടഡ് ബൈ സിഗ്മ സെഡ്. അങ്ങനെ 3 കമ്പോണൻറ്റ്സ് നമുക്ക് ഈ പ്ലെയിനിലുള്ളത് കിട്ടി അല്ലേ? ഇനി അതേപോലെ തന്നെ അടുത്ത പ്ലെയിനിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഇവിടുത്തെ പ്ലെയിനിൽ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന് പെർപെൻഡിക്കുലറായിട്ടാണ്? റേഡിയൽ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലറായിട്ടുള്ളൊരു പ്ലെയിനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേഡിയൽ ആർ പ്ലെയിനാണ് നമുക്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന 3 എണ്ണം റേഡിയൽ ഡയറക്ഷനിൽ തന്നെ ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? നോർമൽ സ്ട്രെസ്, അതായത് നോർമൽ സ്ട്രെസ് ഇൻ ആർ പ്ലെയിൻ ഇൻ ആർ ഡയറക്ഷൻ. ഇനി ഇതിൻ്റെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന 2 ഷിയർ സ്ട്രെസ്സുകളുണ്ട് അല്ലേ? തീറ്റ ഡയറക്ഷനിലും അതേപോലെ സെഡ് ഡയറക്ഷനിലും. സെഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാവും, ഡിനോട്ടഡ് ബൈ എന്താണ്? ടോ ആർ സെഡ്. അതുപോലെ ഇനിയും തീറ്റ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും?
തീറ്റ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് ടോ ആർ തീറ്റ, അങ്ങനെ 3 കമ്പോണൻസ്. ഇനി അടുത്തത് ഈ ഒരു സർഫസിൽ, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലേ. അപ്പോൾ തീറ്റയുടെ, അതായത് ഈ കാണുന്നത്, അപ്പോൾ തീറ്റയുടെ എന്താ പറയുക, പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു പ്ലെയിനാണ്. അപ്പോൾ തീറ്റയുടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ അപ്പോൾ അവിടെ നമുക്ക് നോക്കാം അതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്. അതായത് എലോങ് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ടോ തീറ്റ ആർ. ഇനി അതുപോലെ തീറ്റ ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും, തീറ്റ പ്ലെയിനാണ്, തീറ്റ ഡയറക്ഷനിലും ആകുമ്പോൾ എന്താണ്, നോർമലാണ് അല്ലേ. നോർമൽ സ്ട്രെസ് സിഗ്മ തീറ്റ തീറ്റ, സിഗ്മ തീറ്റ തീറ്റ. ഇനി സെഡ് ഡയറക്ഷനിൽ വരുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുക, റെപ്രസെൻറ്റഡ് ബൈ ടോ തീറ്റ സെഡ്. ഇങ്ങനെ 9 കമ്പോണൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ 9 കമ്പോണൻസ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിനകത്ത് ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ട്രെസ് ടെൻസർ നൊട്ടേറ്റ് ചെയ്ത പോലെ തന്നെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്തെയും 3 കമ്പോണൻസ് ഓഫ് ട്രാക്ഷൻ വെക്ടേഴ്സ് നമ്മളിപ്പോൾ നേരത്തെ എക്സ് വൈ സെഡിൽ ചെയ്ത എന്താണ്, സിഗ്മ എക്സ് എക്സ് ടോ എക്സ് വൈ ടോ എക്സ് സെഡ് ചെയ്തതിന് പകരം ഈ എക്സിന് പകരം ആറ്, വൈക്ക് പകരം തീറ്റ, സെഡിന് പകരം സെഡ് തന്നെ, ആ രീതിയിൽ മാറ്റിയേക്കാണ്. ഇനി ഐ ജെ കെക്ക് പകരം ഐക്ക് പകരം ഇ ആർ, ജെക്ക് പകരം ഇ തീറ്റ, കെക്ക് പകരം ഇ സെഡ്. ബാക്കിയെല്ലാം സെയിം ആണ്, അതേപോലെ തന്നെ പാരലലായിട്ട് വരുന്ന റിലേഷൻസ് ആണ്. അപ്പോൾ ഇവിടെയും ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതിവിടെ ഒരു റിലേഷൻ ബിറ്റ്വീൻ കാർട്ടീഷ്യൻ ആൻഡ് പോളാർ സ്ട്രെസ് ടെൻസേഴ്സ്. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്. ഇപ്പോൾ ഇവിടെ പോളാർ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ സിഗ്മ ആർ ആർ, ടോ ആർ തീറ്റ, ടോ ആർ സെഡ്, ടോ തീറ്റ ആർ, സിഗ്മ തീറ്റ തീറ്റ, സിഗ്മ തീറ്റ സെഡ്, ടോ സെഡ് ആർ, ടോ സെഡ് തീറ്റ, സിഗ്മ സെഡ് സെഡ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെ ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞൊരു ക്യൂ മെട്രിക്സ് ഉണ്ടായിരുന്നു, ക്യൂ ഇൻറ്റു സിഗ്മ. ഇത് രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലെ സ്ട്രെസ് ടെൻസറാണ്, ഇൻറ്റു വേറൊരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ക്യൂവിൻ്റെ തന്നെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, പോളാർ കോർഡിനേറ്റ്സിനെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിനുള്ളതിനെ പോളാർ കോർഡിനേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അതാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ട്രാൻസ്ഫോർമേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, പോളാർ കോർഡിനേറ്റ്സ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു റെക്ടാങ്കുലർ കോർഡിനേറ്റ് ഇൻറ്റു ക്യൂ ട്രാൻസ്പോസ്.